ദുരിതാശ്വാസ നിധിയുടെ പണം കൈകാര്യം ചെയ്യുന്ന കളക്ടറേറ്റിലെ ജീവനക്കാർ കോഴി ഫാമിന് വേണ്ടി ലക്ഷങ്ങൾ എടുത്തിരിക്കുന്നു. നമ്മുടെ ദുരിതാശ്വാസത്തിലെ പണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തക്കേട് കൊണ്ടുണ്ടായ പ്രളയമല്ലേ, ആ ഡാമുകൾ തുറന്നു വിട്ടതിന് ശേഷം ഉണ്ടായതല്ലേ. രമേശ് ചെന്നിത്തല കേസ് കൊടുത്തില്ലേ, ആ കേസ് കോടതി ഇന്ന് വരെ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. രേഖകൾ സഹിതമാണ് ഞാൻ ലോകായുക്തയെ സമീപിച്ചത്. ലോകായുക്തയ്ക്ക് 100% ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കുറ്റക്കാരാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരാൾ 10 ലക്ഷം രൂപ കൊടുത്താൽ പരമാവധി 1 ലക്ഷം രൂപയെ ആ പ്രദേശത്തുള്ളൂ. 300 രൂപയുടെ കിറ്റിന് 1200 രൂപ ചോദിച്ചാൽ എത്ര കോടി രൂപയാണ് മാറ്റിയത്? നമസ്കാരം. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം തന്നെയാണ് ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം ചർച്ചയായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രയത്നിക്കുന്നു. ഏതു വിധേനയും വയനാട്ടിൽ ഇനി അവരുടെ ദുരന്തത്തിൽപ്പെട്ടവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി തന്നെയാണ് ഓരോരുത്തരുടെയും ശ്രമവും പ്രാർത്ഥനയും. മരണം ഏതാണ്ട് ഈ ദുരന്തത്തിൽ 400 കവിയുന്നു എന്നുള്ളതാണ് ഈ വാർത്ത തയ്യാറാക്കും വരെ കിട്ടുന്ന സൂചനകൾ. മണ്ണിനടിയിൽ ഇനിയും ജീവനുള്ള ആളുകൾ അവശേഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം ദുരന്തം കഴിഞ്ഞിട്ട് ഇന്ന് 3 ദിവസം പിന്നിടുമ്പോൾ ഇനിയും മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്ന് രക്ഷാദൗത്യം ഏറ്റെടുത്ത പ്രവർത്തകർ പറയുമ്പോൾ അത് വിശ്വസിക്കാതെ നമുക്കും തരമില്ല. എങ്കിലും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി ഇതിനു മുമ്പും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകമാറ്റി പണം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അനേകം രേഖകളാണ് നമുക്കുള്ളത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ വരെ കേസിന് പോയ ആളാണ് പൊതുപ്രവർത്തകനായ RS ശശികുമാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കോഴി ഫാമിന് വരെ വകമാറ്റി ചിലവഴിച്ചു പണം കൊടുത്തു എന്നാണ് ശശികുമാർ പറയുന്നത്. മാത്രമല്ല, ഉഴവൂർ വിജയൻ എന്ന നേതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി സർക്കാർ 25 ലക്ഷം രൂപ കൊടുത്തു. അത് നല്ല കാര്യം. പക്ഷേ അത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആയിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ശശികുമാർ പറയുന്നത്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ ഫണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. അത് വകമാറ്റി ചിലവഴിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് RS ശശികുമാർ പറയുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ വരെ കേസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുഖ്യമന്ത്രിക്ക് അനുകൂലമായി തന്നെയാണ് ലോകായുക്തയിൽ നിന്നും വിധിയുണ്ടായത്. അത് മുഖ്യമന്ത്രി ലോകായുക്തയെ സ്വാധീനിച്ചാണ് അത്തരത്തിലൊരു വിധി നേടിയത് എന്നുകൂടി ശശികുമാർ വ്യക്തമാക്കുന്നു. പക്ഷേ ശശികുമാർ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഈ വിധിക്കെതിരെ, ലോകായുക്തയുടെ വിധിക്കെതിരെ ഹർജി കൊടുത്തിരിക്കുന്നു ഹൈക്കോടതിയിൽ. ശശികുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രത്യേകതകളെക്കുറിച്ച്, അതിലെങ്ങനെയാണ് പണം നിക്ഷേപിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പണം ചിലവഴിക്കേണ്ടത്, അതിന് ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകളാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തിന് എതിരെ ചില ആളുകൾ FB പേജ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ FB പേജിനടിയിൽ തന്നെ പലരും വന്ന് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പണം തരില്ല എന്ന മട്ടിൽ. ഇത്തരം ആളുകളെയെല്ലാം സൈബർ പോലീസിൻ്റെ സഹായത്തോടുകൂടി കണ്ടെത്തി മുഖ്യമന്ത്രി അവർക്കെതിരെയെല്ലാം കേസെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി സൈബർ പട്രോളിംഗ് നടത്തി അവരെ കണ്ടെത്തി ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാരെ കൊണ്ട് കേസെടുപ്പിച്ച് ജയിലിലടയ്ക്കുന്ന രീതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെ പ്രതികരിച്ച മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടിനെതിരെയും മുഖ്യമന്ത്രി കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ തന്നെ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങൾക്കെതിരെയോ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ അടിച്ചൊതുക്കി നിശബ്ദരാക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാണ് ഷാജൻ സ്കറിയ വ്യക്തമാക്കിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ശശികുമാർ ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയ കാര്യങ്ങളിൽ നിന്നും എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, എങ്ങനെയാണ് ആ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കേണ്ടത്, അതിലെ പണം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ചെലവഴിക്കാൻ സാധിക്കും, അത് ഒരു കാരണവശാലും വകമാറ്റാൻ പറ്റില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ, സമഗ്രമായ വിവരങ്ങളാണ് ശശികുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് അദ്ദേഹം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്നവരെയും അവരുടെ കുടുംബം നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും സഹായിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ പ്രത്യേകിച്ച് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രധാനമായും
ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ പണം കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ദുരന്തം എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന ദുരിതാശ്വാസ നിധിക്ക് കൈയങ്ങിയ സംഭാവനകൾ നൽകണമെന്നുള്ളതായിരുന്നു. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. 2 മാസങ്ങൾക്ക് മുൻപ്, കഷ്ടിച്ച് 2 മാസങ്ങൾക്ക് മുൻപ് ഞാൻ സാറിനോട് ഇവിടെ വരികയും ഇതേ വിഷയം, കാരണം ഈ വർഷവും ഒരു ദുരന്തമുണ്ടാകും, അപ്പോൾ മുഖ്യമന്ത്രി ഇതേപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കും എന്ന് നമ്മൾ പറഞ്ഞ് 2 മാസം തികഞ്ഞില്ല. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മളാണ് പറഞ്ഞത് മഴക്കാല ശുചീകരണം, പൂർവ്വകാല ശുചീകരണം. ആ ശുചീകരണം ബോധപൂർവം നടത്താതെ വരുമ്പോൾ തിരുവനന്തപുരം പ്രളയത്തിലാകും, പ്രളയക്കെടുതി ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിലാണ് ജോയി മരിച്ചത്. അപ്പോൾ ഈ ദുരന്തം കൂടി ഉണ്ടാകട്ടെ, അപ്പോഴേക്കും ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം ആരംഭിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, കാലകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയമാണെന്നുള്ള ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വളരെ വ്യക്തമായി കഴിഞ്ഞ തലേദിവസം തന്നെ അവർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു വലിയ ദുരന്തം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷേ അതനുസരിച്ച് നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് അവർ നിർബന്ധപൂർവ്വം മാറ്റണം. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ അപ്പോൾ അത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. വാസ്തവത്തിൽ അതാണ് അത്ഭുതം. കാരണം മണിക്കൂറുകൾക്കകം രക്ഷാപ്രവർത്തനം ഒരിടത്തും എത്തിയില്ല, ഒരുപാട് പേർ മണ്ണിനടിയിൽ കിടക്കുന്നു. അപ്പോഴും മുഖ്യമന്ത്രി വന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഇതെന്തിനാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധി? അതാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയുടെ സമയമായിട്ടില്ല. നമുക്ക് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പണം വേണം. തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദേശത്തുള്ള നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും സഹായം വേണം. പക്ഷേ ആദ്യം ഇതേക്കുറിച്ച് പറയുമ്പോൾ ജനത്തിന് സംശയം ഉണ്ടായി. അതിന് കാരണം എന്താ? കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ദുരിതാശ്വാസ നിധിയുടെ തുക ഇന്ന് വരെയും ഞാൻ കൊടുത്ത ലോകായുക്തയുടെ കേസ് അറിയാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി യഥാർത്ഥ കൈകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ താങ്കളാണ്. കാരണം താങ്കളാണ് ഈ ഹർജിയുമായി ലോകായുക്തയെ സമീപിച്ചത്. താങ്കൾ പൊതുജനങ്ങളോട് പറയും എന്താണ് അല്ല, ലോകായുക്തയെ സമീപിച്ചത് ദുരിതാശ്വാസ നിധിയുടെ പണം ദുരുപയോഗം ചെയ്യുന്നതായി പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ടെസ്റ്റ് കേസായിട്ട് ഞാൻ 3 കേസെടുത്തത്. അത് ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് നടത്തിയ സഹായം, കോടിയേരി ബാലകൃഷ്ണൻ്റെ പൈലറ്റ് വാഹനം മറിഞ്ഞപ്പോൾ പോലീസ് ഓഫീസർക്ക് കൊടുത്ത ലക്ഷക്കണക്കിന് 20 ലക്ഷം രൂപ, അതേപോലെ തന്നെ മുൻ MLA ആയിരുന്ന ചെങ്ങന്നൂർ MLA രാമേന്ദ്രൻ നായരുടെ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കാനും കെട്ടിടത്തിനുള്ള വായ്പ തിരിച്ചടയ്ക്കാനുമുള്ള പണം, ഇതിനെല്ലാം ദുരുപയോഗം ചെയ്തപ്പോൾ രേഖകൾ സഹിതമാണ് ഞാൻ ലോകായുക്തയെ സമീപിച്ചത്. ലോകായുക്തയ്ക്ക് 100% ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കുറ്റക്കാരാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും KT ജലീലിനെ പോലെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ലോകായുക്തയെ കൂടി സ്വാധീനിച്ചുകൊണ്ട് ഈ കേസ് മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറഞ്ഞ കേസ് തള്ളുകയെന്ന് മാത്രമല്ല, ലോകായുക്ത നിയമം തന്നെ ഭേദഗതി ചെയ്തു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാൻ അതിനെതിരെ ഹൈക്കോടതി കേസ് കൊടുത്ത് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ലോകായുക്തയിൽ വന്ന വിധിക്കെതിരെ താങ്കൾ ഹൈക്കോടതി ലോകായുക്ത പറഞ്ഞത് ഈ കേസ് മെയിൻറ്റെയിനബിൾ അല്ല. മന്ത്രിസഭയ്ക്ക് പണം ചെലവാക്കാനുള്ള അധികാരമുണ്ട്. മന്ത്രിസഭയെ ചോദ്യം ചെയ്യാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല. അതുകൊണ്ട് കേസ് മെയിൻറ്റെയിനബിൾ അല്ല എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. ഞാൻ ആ പോയിന്റിനാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന് മന്ത്രിയും മുഖ്യമന്ത്രി ഉത്തരവാദികളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ വിധി ശരിവെച്ചാൽ ഇപ്പോൾ വരുന്ന പണങ്ങൾ മുഴുവൻ ഇനിയും ദുർവിനിയോഗം ചെയ്യാമല്ലോ. ഞാൻ ചോട്ടെ, ഓഖി വന്നു, അതിൻ്റെ കണക്ക് എവിടെയാണ്? 124 കോടി ചില്ലുവാനം രൂപയാണ് ഓഖിക്ക് കിട്ടിയത്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയത് 24 കോടി രൂപ ചില്ലുവാനം ഇതിനു വേണ്ടി പ്രളയ ബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചു. ബാക്കി 100 കോടി വകമാറ്റിയെന്നാണ്. അതെ. അപ്പം അതിനുശേഷം പ്രളയം, ആ പ്രളയം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തക്കേട് കൊണ്ടുണ്ടായ പ്രളയമല്ലേ. ആ ഡാമുകൾ തുറന്നു വിട്ടതിന് ശേഷം ഉണ്ടായതല്ലേ. രമേശ് ചെന്നിത്തല കേസ് കൊടുത്തില്ലേ. ആ കേസ് കോടതി ഇന്ന് വരെ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായതായിരുന്നു നമ്മുടെ 2018 ദുരന്തം. പക്ഷേ അതിനും പണപ്പിരിവ് നടത്തി, കോടിക്കണക്കിന് കിട്ടി. ഇപ്പോഴും പലർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന വേറെ റിപ്പോർട്ട് എന്താ? ഈ ദുരിതാശ്വാസ നിധിയുടെ പണം കൈകാര്യം ചെയ്യുന്ന കളക്ട്രേറ്റിലെ ജീവനക്കാർ കോഴി ഫാമിന് വേണ്ടി
ലക്ഷങ്ങൾ എടുത്തിരിക്കുന്നു ലോകായുക്ത ഈ നമ്മുടെ ദുരിതാശ്വാസത്തിലെ പണം. അപ്പോൾ കോഴി ഫാമിന് വേണ്ടി ദുരിതാശ്വാസത്തിലെ പണം ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം ഏതൊക്കെ ദുരിതബാധിതർക്കാണ് വിനിയോഗിക്കുക? അല്ല, ഇപ്പോൾ അത് പറയാം. ദുരിതാശ്വാസ നിധിയുടെ പണം വരുന്നത് വളരെ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രോസ് ചെക്കായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ പണം വരുന്നതിന് കണക്കുണ്ട്, പക്ഷേ ചിലവാക്കുന്നതിന് കണക്കില്ല. ഓഡിറ്റ് ഇല്ലാത്തതാണ്. ഓഡിറ്റില്ല. ദുരിതാശ്വാസ നിധിയുടെ പണത്തിന് ഓഡിറ്റ് ചെയ്യുന്നില്ല. 2, ദുരിതാശ്വാസത്തിൽ ആ പണം കൊടുക്കുന്നതിന് വ്യക്തമായ വ്യവസ്ഥയുണ്ട്. പ്രകൃതി ദുരന്തം, മഹാമാരി, തീപിടുത്തം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ ദുരിതാശ്വാസത്തിൽ ആ പണം കൊടുക്കാവുള്ളൂ എന്ന് വ്യക്തമായ നിയമം ഉള്ളപ്പോഴാണ് ക്യാബിനറ്റിന് എന്തും ചെയ്യുവാനുള്ള അധികാരമുള്ളതിൻ്റെ പേരിൽ MLA-യുടെ ഭാര്യയുടെ സ്വർണ്ണ ഉരുപ്പടി എടുക്കുന്നതിനും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനും പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനാണോ ഈ ആൾക്കാർ ഈ കുടുക്ക പൊട്ടിച്ചും അതേപോലെ തന്നെ കോഴിയെ വിറ്റും ആടിനെ വിറ്റും ഒക്കെ ഉള്ള പണം മുഖ്യമന്ത്രി കൊടുക്കുന്നത്? അപ്പോൾ ഇതിൽ ഉള്ള ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അടുത്ത ദിവസം എന്താ, വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്, ദുരിതാശ്വാസ നിധി പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയുടെ പണം ദുരുപയോഗം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉത്തരവാദികളാണ്. അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി അവിടെ ഒരു ദുരന്തം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും ദുരിതാശ്വാസത്തിന് പണം തരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഈ ആഹ്വാനത്തെ ചെവിക്കൊള്ളാത്ത രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടുത്തിലാണ് എല്ലാവരും ദുരിതാശ്വാസ പണം കൊടുക്കണമെന്നുള്ളത്. അതാണ് അത്ഭുതം. കാരണം ലോകായുക്തയിൽ വന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങളാണ്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് ഘോരം പ്രസംഗിച്ച അതേ മാധ്യമങ്ങളാണ് ഇന്നലെ കൊണ്ട് നിലപാട് മാറ്റിയത്. അതെ, തീർച്ചയായിട്ടും മീഡിയകളെല്ലാവരും അത് വളരെ ലോകായുക്തയിലെ കേസും മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള വാർത്തയൊക്കെ വളരെ ഭംഗിയായി കൊടുത്തിരുന്നു. പക്ഷേ പെട്ടെന്ന് അതെനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ സമ്മർദ്ദമായിരിക്കും. തോന്നുന്നതല്ല സാർ, അത് ആണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം മുഖ്യധാര മാധ്യമങ്ങൾക്ക്, പ്രിൻ്റ് മീഡിയയ്ക്കും വിഷ്വൽ മീഡിയയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ പ്രചരണം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. ഉണ്ടാകത്തതിന് കാരണം ആരാ? ഉണ്ടാകത്തതിന് കാരണം മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ആരും തന്നെ ഈ ഇതിനു വേണ്ടി വന്നു സമാഹരിക്കേണ്ട. കാരണം സമാഹരിച്ച് തുടങ്ങി, സമാഹരിച്ച കഴിഞ്ഞ കാലഘട്ടത്തിൽ സമാഹരിച്ചത് മുഴുവൻ എവിടത്ത് എത്തിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ രീതിയിൽ ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരാൾ 10 ലക്ഷം രൂപ കൊടുത്താൽ പരമാവധി 1 ലക്ഷം രൂപയെ ആ പ്രദേശത്തുള്ളൂ. 9 ലക്ഷം എത്തുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായ പരാതി. അതുകൊണ്ട് ആൾക്കാരുടെ പ്രതീക്ഷ ഏതെങ്കിലും ഏജൻസി വഴി, ഏതെങ്കിലും NGOs ഉണ്ടല്ലോ, NGOs വഴി നമുക്ക് അവിടേക്ക് പണം ചിലവാക്കാം എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങളിലുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിന് കൊടുക്കാതെ നേരിട്ട് അവിടെ എത്തിക്കാൻ എന്ത് മാർഗമെന്ന് പല ആൾക്കാരും അന്വേഷിക്കുന്നു. അല്ല സാർ, ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഏകദേശം 400ഓളം കുടുംബങ്ങൾ നമ്മുടെ വലിയതുറ ഒരു ഗോഡൌണിൽ കഴിഞ്ഞിരുന്നു, വർഷങ്ങളോളം കഴിഞ്ഞിരുന്നു. ഇപ്പോഴും അവർ വാടക കൊടുത്ത് വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മാസങ്ങളായി വാടക കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാനിവിടെ പോയതാണ്. അപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിൽ 124 കോടി രൂപ വന്നപ്പോഴാണ് 100 കോടി വകമാറ്റി ചെലവഴിച്ചിട്ട് ഓഖി ദുരിതാശ്വാസത്തിൽ. അതെ ആണ്. കാരണം ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ അവരൊരു ധനസമാഗമ മാർഗമായിട്ട് കാണുകയാണ്. അതുമാത്രമല്ല ചില പാർട്ടി പ്രവർത്തകരും. ഞാൻ വേറെ ഒന്ന് പറയട്ടെ, നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന നമ്മുടെ കോവിഡിൻ്റെ പേരിൽ കോടികളാണല്ലോ മാറ്റിയത്. നമ്മൾ കിറ്റിൻ്റെ കാര്യം അറിയാമല്ലോ. കിറ്റിനെല്ലാം ഇപ്പോൾ വീണ നായർ കൊടുത്തൊരു കേസുണ്ട്, ലോകായുക്തയിൽ കിടക്ക് തീരുമാനം എടുക്കുന്നില്ല. അതായത് കിറ്റിനെല്ലാം 300 രൂപയുടെ കിറ്റിന് 1200 രൂപ ചോദിച്ചാൽ എത്ര കോടി രൂപയാണ് മാറ്റിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി സർക്കാർ മാറ്റുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾ അത് മാറ്റണം, തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. കാരണം ദുരിതാശ്വാസ നിധിയൊക്കെ എപ്പോഴും വളരെ ശക്തമായൊരു ഫണ്ട് വേണ്ടതാണ്. കാരണം പാവങ്ങളെ സഹായിക്കുവാൻ കിട്ടേണ്ട ഒരു അവസരമാണ്. അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി മുഖ്യമന്ത്രിയാണ്, സർക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, അതിൽ ഈ കണ്ണൂരിലെ ബീഡി തൊഴിലാളി അവസാനം കരഞ്ഞു. 2 ലക്ഷം രൂപയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. അത് എത്തേണ്ട കൈകളിൽ എത്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഭവം ഉണ്ടായി. തീർച്ചയായിട്ടും സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് ആർക്കും തന്നെ TV കാണാൻ വയ്യ, എല്ലാവരും വേദനിച്ചിരിക്കുകയാണ്. കാരണം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അവിടെ അത് റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിന് മുമ്പ് ആദ്യം അവരെ സംരക്ഷിക്കുന്നതിനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്നും വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനു വേണ്ടി ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും വിദേശത്തു നിന്ന് വരുന്ന പണങ്ങളായാലും മലയാളികൾ സമാഹരിക്കുന്ന പണങ്ങളായാലും സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി പണം ഇതൊരു പ്രത്യേക ഫണ്ടാക്കി അതിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം. അല്ല സാർ, ഈ പറയുന്ന വയനാട് ഇപ്പോൾ മുൻ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്, അതായത് മുഖ്യമന്ത്രി ഇപ്പോഴും സംശയ ദൃഷ്ടിയിലാണ്. ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കേസിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഈ വയനാട് ദുരന്തത്തിൽ വരുന്ന ഫണ്ടിലേക്കായി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിനു വേണ്ടി വിനിയോഗിച്ചു. അതേ, ഈ വയനാട് റീബിൽഡ് ചെയ്തേ പറ്റൂ. വയനാട് റീബിൽഡ് ചെയ്യണം. അതിനുവേണ്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനമുണ്ട്. കാരണം ഇപ്പോൾ ജനങ്ങൾക്കുള്ള സംശയം ശാസ്ത്രജ്ഞന്മാരിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കുകയാണ്. നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അല്ല, അവർ കൃത്യമായിട്ട് ഈ കാര്യം ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാരിൻ്റെ പിടിപ്പുകളാണെന്ന് പറയുവാനായിട്ട് അവർ തയ്യാറല്ല. അപ്പോൾ എന്തായാലും ഇനി മേലാലെങ്കിലും അവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാലയെക്കുറിച്ചുള്ള നടപടികൾ ഉണ്ടാക്കണം. ഈ നമ്മുടെ വയനാട് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഫണ്ടാക്കി മാറ്റണം. ഈ വരുന്ന പണം മുഴുവനും പ്രത്യേകം സമാഹരിച്ച് അത് പ്രത്യേക ഫണ്ടായി ഉപയോഗിക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ കടലിൽ കായം കലക്കുമ്പോൾ കൊണ്ടിട്ടാൽ അതിൽ ഓഡിറ്റ് ഇല്ലാതെ പണമായി മാറും. അങ്ങനെ ഉള്ള പണം പ്രത്യേകിച്ച് സൂക്ഷിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ നിശ്ചയമായും കൈയങ്ങി നമ്മുടെ ആൾക്കാർ മലയാളികൾ സഹായിക്കുക. അതും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പക്ഷേ അദ്ദേഹം ചെയ്യില്ല. ഇനി ഒരു പക്ഷേ ചെയ്താൽ പോലും പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയേക്കാം. ആ അക്കൗണ്ടിൽ വന്നിട്ടും വിനിയോഗിക്കണ്ടേ, ഇത് വകമാറ്റി ചിലവഴിക്കണ്ടേ. ഹെലികോപ്റ്ററിന് വാടക കൊടുത്തിട്ടില്ല, ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല, ഓണം വരുന്നു, ബോണസ് കൊടുക്കണം, അങ്ങനെ പല ആവശ്യങ്ങളും. ഇനിയിപ്പോൾ അവർ ഈ പറഞ്ഞ ഓണത്തിന് മറ്റേ ആഘോഷത്തിന് വേണ്ടി ചിലവാക്കാൻ പാടില്ല. ഈ പണം മുഴുവനും ആഘോഷത്തിന് വേണ്ടിയിട്ടില്ല സാർ. ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസ് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ പൊതുഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയ ഒരു വഴിയാണ്. വാസ്തവത്തിൽ ദുരന്തം വന്നപ്പോൾ പറയാൻ പാടില്ലെങ്കിലും പറയാണ്, എപ്പോൾ നമുക്ക് പണം സമാഹരിക്കാനുള്ളൊരു മാർഗമായല്ലോ ഒരു തോന്നൽ ഗവൺമെൻറ് ഉണ്ടായോ എന്നൊരു സംശയം കേന്ദ്ര സർക്കാരിനുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഹോം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതിഫലിച്ചത്. തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മടയന്മാരല്ല, മലയാളികൾ ബുദ്ധിമാന്മാരാണ്. ഇത് എപ്പോഴും നടക്കില്ല. ആദ്യം നമ്മുടെ ഓക്കിയിൽ നടന്നു, അത് കഴിഞ്ഞാൽ പ്രളയത്തിൽ നടന്നു, നമ്മുടെ കോവിഡ് വന്നപ്പോൾ നടന്നു. ഇനിയും ഇത് ആവർത്തിക്കാൻ കേരള ജനത അനുവദിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൻ്റെ യഥാർത്ഥ വശം ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരുവാൻ ആളുകൾ അടയ്ക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പലരും തയ്യാറല്ല. ഒരു മാസം ശമ്പളം സാലറി ചലഞ്ച് മുമ്പ് അവർ ഇപ്പോൾ സാലറി ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർക്ക് കിട്ടേണ്ട DA ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ വീണ്ടും സാലറി ചലഞ്ച് എന്ന് പറയുകയും ആ സാലറി ചലഞ്ച് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിപ്പോയി. തീർച്ചയായിട്ടും വയനാടിനെ സഹായിക്കാൻ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ഉണ്ട്. എന്ത് വേണമെങ്കിലും പട്ടിണി കിടന്നു പോലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത് അതിന് കൊടുക്കേണ്ട മെക്കാനിസം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വാസമുള്ളതല്ല. അല്ല സാറേ, ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഈ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് സർക്കാരിൽ വിശ്വാസവുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ദുരിതബാധിതർക്ക് ഇത് എത്തിക്കാൻ കഴിയുക? അവിടെയുള്ള വളരെ വിശ്വസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന NGOs ഉണ്ടെങ്കിൽ ആ NGOs വഴി അവർക്ക് കെട്ടിടങ്ങൾ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കാം. അത് വിശ്വാസമുള്ള NGOസിന് ചെയ്യാം, അത് ചെയ്യാം. പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവർ ആ നഷ്ടപ്പെട്ട നമ്മുടെ വയനാടിനെ മുഴുവനും പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അത് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും ചേർന്നുള്ള പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലൂടെ ഈ ഫണ്ട് മുഴുവൻ വിനിയോഗിക്കുകയും അതിൻ്റെ ചെലവുകൾ ട്രാൻസ്പെറൻ്റ് ആവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഗവൺമെൻറ് ഉണ്ടാക്കണം. പക്ഷേ അതല്ലാതെ മുഖ്യമന്ത്രി അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ കൂടി അയാൾ ഒരു ദിവസം പ്രഖ്യാപനം നടത്തും, 5 ലക്ഷം 10 ലക്ഷം കൊടുത്തു, 5 കോടി കൊടുത്തു. അത് കേൾക്കുമ്പോൾ കുറേ പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. പണം കൊടുത്തു. അത് എല്ലാ, അതായത് കരുവന്നൂർ വിഷയത്തിൽ പോലും 500 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്ന അതാണ്. അപ്പോൾ നിക്ഷേപം ചോദിക്കുന്നു, ഒരു സ്ത്രീ കൊടുക്കുന്നു, 1 ലക്ഷം കൊടുക്കുന്നു. അതായത് നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണൂലേ കട്ടായമ്പടം കളിക്കുന്ന ആൾക്കാർ, വൈരാജവൈ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും എന്നുള്ള ഒരു സംഭവം. അത് തന്നെയാണ് ഇവരുടെ ആൾക്കാർ കൊടുക്കുന്നു. ഇത് കണ്ട് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ട് അപ്പോൾ അങ്ങനെ ആ ഇൻസ്പിറേഷൻ വേണ്ടിയില്ല. അങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടാകണ്ട.
ഈ മുഖ്യമന്ത്രി ഈ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തി അവിടെ എന്ത് നടക്കുമെന്ന് പറയേണ്ട കാര്യങ്ങളിൽ വിഷ്വൽ മീഡിയ കൂടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പണം വരട്ടെ, അതിന് ഈ പറയുന്നതുപോലെ ഒരു പ്രത്യേക സമിതി, അവിടെയുള്ള എംപിയും MLA മാരും മന്ത്രിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലൂടെ ഈ ഫണ്ട് മുഴുവൻ പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കാനും തീരുമാനിക്കുക. പിന്നെ ഈ അപ്പോഴുള്ള ഈ പത്രസമ്മേളനത്തിൽ കൂടി ഓരോരുത്തരും പണം തന്നു എന്നുള്ള വാർത്ത കൊടുത്താൽ പ്രചരണം, അത് അഡ്വർടൈസ്മെൻറ്റ് പരസ്യമാണ്. ആ പരസ്യമൊക്കെ ഒഴിവാക്കണം. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ശൈലി നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്നുള്ള ഒരു വിനീതമായ റിക്വസ്റ്റാണ് എനിക്കുള്ളത്. ഇനി ഒരു കാര്യം കൂടി സാർ, അതായത് ലോകായുക്തയുടെ വിധിക്കെതിരെ താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എന്താണ് നിലവിലെ സ്ഥിതി? ലോകായുക്തയിൽ ഞാൻ ഇവിടെ കോടതിയിൽ ഹൈക്കോടതിയിൽ ലോകായുക്തയുടെ കേസിൽ അന്നത്തെ ലോകായുക്ത തീർച്ചയായിട്ടും ഇത് മെയിൻറ്റെയിനബിളാണെന്നും പക്ഷേ എല്ലാ തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞാണ് കേസ് നിർത്തിയത്. മറ്റ് 2 ഉപലോകായുക്തമാർ ഇത് മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറയും. അപ്പോൾ കോടതി എന്ന് പറയുന്ന 3 അംഗ ബെഞ്ചിൽ 2 പേര് മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറയുമ്പോൾ ആ തീരുമാനമാണ് നിലനിന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. കാരണം ഇത് മെയിൻറ്റെയിനബിൾ ആണെന്ന് ഓൾറെഡി 3 അംഗ ബെഞ്ച് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്ത തീരുമാനത്തിനെ പുനഃപരിശോധിക്കുവാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല. അതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിയാക്കി ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കേസ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കേസ് ലോകായുക്ത മെയിൻറ്റെയിനബിൾ ആണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് പുനർവിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ളൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിധി വന്നാൽ ആ വിധിയിലൂടെ മെയിൻറ്റെയിനബിൾ ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദുർവിനിയോഗം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് മാത്രമേ ലോകായുക്തയ്ക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ KT ജലീലിനെ പുറത്താക്കിയതുപോലെ ലോകായുക്തയ്ക്ക് പുറത്താക്കാനുള്ള അധികാരമില്ല. ആ അധികാരം പുതിയ നിയമസഭ പാസ്സാക്കിയ നിയമത്തിലൂടെ മാറിക്കഴിയും. പക്ഷെ ഒരു കാര്യം ചെയ്യാം, തെറ്റാണ് എന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാൻ കഴിയും. എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കാൻ നിയമസഭയ്ക്ക് കഴിയും. കാരണം നിയമസഭയ്ക്ക് മെജോറിറ്റി ഉള്ളതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റിനെ ശരിവയ്ക്കുന്ന ഒരു സംവിധാനം മെജോറിറ്റി ഉള്ളതുകൊണ്ട് ചെയ്യാൻ കഴിയും. പക്ഷേ എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായും ലോകായുക്ത എനിക്ക് അനുകൂലമായൊരു വിധി, ലോകായുക്ത വീണ്ടും ഇത് പുനർവിചാരണ നടത്തണമെന്നുള്ള വരുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്. പക്ഷേ നോട്ടീസിനനുസരിച്ച് കൗണ്ടർ കൊടുക്കാൻ ഇതുവരെയും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അടുത്ത മാസം കേസ് വരുന്നുണ്ട്.